ഹലോ ഗെയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് വെർബിൻ്റെ കോൺജുഗേഷനാണ്, അതായത് വെർബ് കോൺജുഗാസിയോൺ. നമുക്കറിയാം അല്ലേ, വെർബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അതൊരു ക്രിയയാണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. ഇപ്പോൾ പഠിക്കുന്നു, അല്ലെങ്കിൽ ഓടുന്നു, ചാടുന്നു, എഴുതുന്നു, ഇതിനൊക്കെയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഓരോ വെർബും അതിൻ്റെ സുബ്ജക്റ്റ് അനുസരിച്ച്, അതായത് സബ്ജക്റ്റ് അനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യണം. സബ്ജക്റ്റ് എന്താണെന്നൊക്കെ എല്ലാവരും പഠിച്ചു അല്ലേ? അതായത് നമ്മുടെ പേഴ്സണൽ പ്രൊണോമൻ എല്ലാം സബ്ജക്റ്റിൽ പെടും. ഇഷ്, ഞാൻ, ദു, നീ, അവൻ, അവൾ, അത്, ഇതൊക്കെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റ് അനുസരിച്ച് നമ്മൾ വെർബിനെ കോൺജുഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു വെർബ് എന്ന് പറയുമ്പോൾ അതിന് വെർബ് സ്റ്റാമും ഉണ്ട്, എൻഡിങ്ങും ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന വെർബ് ലേണൻ, ടു ലേൺ, പഠിക്കുന്നു. അപ്പോൾ ഈ വെർബിൻ്റെ ലേൺ എന്നുള്ളത് അതിൻ്റെ വെർബ് സ്റ്റാമും എൻ എന്നുള്ളത് അതിൻ്റെ എൻഡിങ്ങും ആണ്. ഇതുപോലെ നമ്മൾ എല്ലാ വെർബിനും നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്യും. ലേൺ, വെർബ് സ്റ്റാം, എൻ അതിൻ്റെ എൻഡിങ്. ഈ എൻഡിങ് ആണ് ഇനി കോൺജുഗേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അത് സുബ്ജക്റ്റ് അനുസരിച്ച് വ്യത്യാസപ്പെടും. അത് കണ്ടോ? എൻഡിങ് വരുന്നത് ഇഷ് വരുമ്പോൾ ഇ, ദു വരുമ്പോൾ എസ് ടി, എർസിയസ് വരുമ്പോൾ ടി, വിയർ വരുമ്പോൾ എൻ, ഇയർ വരുമ്പോൾ ടി, സി ഓർഡർ സി വരുമ്പോൾ എൻ. അപ്പോൾ എങ്ങനെയാണ്? ഇഷ് എ, ദു എസ് ടെ, എർസിയസ് ടെ, വിയർ എ എൻ, ഇയർ ടെ, സി ഓർഡർ സി എ എൻ. അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ കാണാതെ പഠിക്കുക. ഇ എസ് ടി, ടെ, ഇ എൻ, ടി, ഇ എൻ. എന്നിട്ട് നമ്മൾ ഈ വെർബിനെ എൻഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് ഓരോന്നും ഇഷു വരുമ്പോൾ ഇ ഇട്ട് കൊടുക്കും, ദു വരുമ്പോൾ എസ് ടി ഇട്ട് കൊടുക്കും, എർസിയസ് വരുമ്പോൾ ടെ, വിയർ വരുമ്പോൾ ഇ എൻ, ഇയർ വരുമ്പോൾ ടെ, സി ഓർഡർ സി വരുമ്പോൾ ഇ എൻ. ഇങ്ങനെ നമ്മൾ ഓരോ സുബ്ജക്റ്റിനും എന്താണ് വെർബിനെ കോൺജുഗേറ്റ് ചെയ്യും. അപ്പോൾ അത് ഇനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ വെർബ് ലേണൻ അത് എടുക്കുവാണെങ്കിൽ കണ്ടോ, ഇഷ് ലേണേ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ പഠിക്കുന്നു. ഒരുമിച്ച് പറയുകയാണെങ്കിൽ ഇഷ് ലേണ, ഞാൻ പഠിക്കുന്നു. ദു ലേൺസ്റ്റ്, നീ പഠിക്കുന്നു. എർസിയസ് ആണെങ്കിലോ, എർസിയസ് വരുമ്പോൾ ലേൺഡ്, വിയർ വരുമ്പോൾ വിയർ ലേണൻ, ഇയർ വരുമ്പോഴോ ഇയർ ലേൺഡ്, സി ഓർഡർ സി വരുമ്പോൾ ലേണൻ. ഇഷ് ലേണേ, ദു ലേൺസ്റ്റ്, എർസിയസ് ലേൺഡ്, വിയർ ലേണൻ, ഇയർ ലേൺഡ്, സി ഓർഡർ സി ലേണൻ. മനസ്സിലായോ? ഒന്നും കൂടി പറയാം. ഇഷ് ലേണേ, ദു ലേൺസ്റ്റ്, എർസിയസ് ലേൺഡ്, വിയർ ലേണൻ, ഇയർ ലേൺഡ്, സി ഓർഡർ സി ലേണൻ. ഓക്കെ. ഇനി നമ്മൾ അതുപോലെ പഠിക്കുന്ന മൂന്ന് വെർബ്സാണ് ഇവിടെ ഉള്ളത്. ഒന്ന് വോണൻ, ടു ലിവ്, മാഹൻ, ടു മേക്ക്, കൊമ്മൻ, ടു കം. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ. ഞാനിവിടെ എഴുതിയപ്പോൾ ഡബ്ല്യുവും എം ഒക്കെ ക്യാപിറ്റൽ ലെറ്റർ ആയിപ്പോയി. അത് സ്മോൾ ലെറ്റർ ആണ് എഴുതാൻ കേട്ടോ. പെട്ടെന്ന് ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയത്. എൻഷുള്ളികും. അതായത് വെർബ് എപ്പോഴും സ്മോൾ ലെറ്ററിലായിരിക്കണം, അത് മറക്കരുത് കേട്ടോ. വോണൻ, മാഹൻ, കൊമ്മൻ, ഇതൊക്കെ വെർബാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കോൺജുഗേഷൻസ് നോക്കാം. ഇപ്പോൾ നോക്കി, വോണൻ്റെ ഇഷ് വോണെ, ദു വോൺസ്റ്റ്, എർസിയസ് വോണ്ട്, വിയർ വോണൻ, ഇയർ വോണ്ട്, സി ഓർഡർ സി വോണൻ. അതുപോലെ അടുത്ത വെർബ് നോക്കിക്കേ. ഇഷ് മാഹെ, ദു മാക്സ്റ്റ്, എർസിയസ് മാക്ട്, വിയർ മാഹൻ, ഇയർ മാക്ട്, സി ഓർഡർ സി മാഹൻ. നമുക്ക് അടുത്ത വെർബ് നോക്കാം. കൊമ്മൻ. ഇഷ് കൊമ്മെ, ദു കോംസ്റ്റ്, എർസിയസ് കോംപ്റ്റ്, വിയർ കൊമ്മൻ, ഇയർ കോംപ്റ്റ്, സി ഓർഡർ സി കൊമ്മൻ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെർബിനെ കോൺജുഗേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഈ പേഴ്സണൽ പ്രൊണോമൻ പഠിക്കുക, പിന്നെ ഇതിൻ്റെ എൻഡിങ് പഠിക്കുക, പിന്നെ നമ്മളൊരു വെർബിനെ എങ്ങനെ അതിലോട്ട് കോൺജുഗേറ്റ് ചെയ്യുന്നു നോക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, ചൂസ്, ഡാങ്കേ.